ഹലോ നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടാബ്ലറ്റ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് വൈജയന്തി. കഴിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പോൾ വൈജയന്തി പിന്നീട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കുള്ള ടാബ്ലറ്റ് തീർന്നു പോയി, അത് വാങ്ങിക്കണം, അത് ഞാൻ വാങ്ങിക്കണോ ബാലചന്ദ്രൻ വാങ്ങിക്കുമോ എന്ന് ചോദിക്കാം കേട്ടോ. നീ വാങ്ങിച്ചോ എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഞാൻ അവിടുന്ന് ടൗണിലേക്ക് വണ്ടി ഓടിച്ച് വരേണ്ട ആ തിരക്കിലൂടെ, ബാലചന്ദ്രൻ ടൗണിൽ തന്നെയല്ലേ, അപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെ നേരത്തെ പറഞ്ഞാൽ പോരെ, നാളെ വരുമ്പോൾ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് വരണമെന്ന്, പിന്നെ ഇങ്ങനെ വളഞ്ഞൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറയാം കേട്ടോ. എന്നാൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ പേഴ്സിലുണ്ടാവും എന്ന് പറയാം കേട്ടോ. അങ്ങനെ എൻ്റെ പേഴ്സ് എവിടെയാണ് വെച്ച് എന്ന് പറയണേ. അപ്പോൾ ബാലചന്ദ്രൻ പോയിട്ട് ആ പേഴ്സ് എടുത്ത്, ബാഗിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിലിങ്ങനെ തിരയാട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ബാലചന്ദ്രന് ആ പേഴ്സിലുള്ള സാധനങ്ങളെല്ലാം കൂടെ ബെഡിലേക്ക് കുടഞ്ഞിടുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വീഴുന്നത് നമ്മുടെ വൈജയന്തിയുടെ റിങ് ആട്ടോ, മോതിരം താഴേക്ക് വീഴാണ്. അത് കണ്ടിട്ട് ബാലചന്ദ്രനും അതേ സമയം വൈജയന്തി ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ബാലചന്ദ്രൻ അത് എടുത്തിട്ട്, ഇതല്ലേ നിൻ്റെ കാണാതെ പോയ 1.5 പവൻ്റെ മോതിരം എന്ന് ചോദിക്കട്ടോ. അതെ എന്ന് പറയണം. എന്നിട്ട് ഇതിന് നീ ആരെയാണ് സംശയിച്ചത് എന്ന് ചോദിക്കട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, പോലീസ് വന്ന് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ, അതിന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയട്ടോ. അത് ഞാൻ നിരുത്സാഹപ്പെടുത്തിയതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ, ഒന്ന് മാറങ്ങട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് അലമാര തുറന്ന് ബെഡ് അങ്ങനെ പുതപ്പൊക്കെ എടുക്കുക കേട്ടോ, ബ്ലാങ്കറ്റൊക്കെ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത് ബെഡിലേക്ക് ഇട്ട് നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ ആ കുട്ടിയോട് പോയിട്ട് ഇത് കാണിച്ചിട്ട് സോറി പറയേണ്ടതാണ്. പിന്നെ ഞാൻ സോറി പറയുന്ന ഒരു വേലക്കാരിയോട് ഞാൻ സോറി പറയുന്നത്, അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് പറയട്ടോ വൈജയന്തി. അപ്പോൾ പറയുന്നുണ്ടേ, അവളോട് ഞാൻ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന, അതായത് ഒരു കള്ളനെ നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് ഒരു ശുദ്ധ മനസ്സ്, അതായത് തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ അവിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അവളോട് സോറി പറയേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ അവളുടെ മുന്നിൽ താഴാൻ പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കിടക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം എല്ലാവരും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും മക്കളും കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ മക്കളെ, കളഞ്ഞു പോയാൽ മോതിരം കിട്ടിയെന്ന് പറയാം കേട്ടോ. 3 പേരും ആശ്ചര്യത്തോടെ നോക്കണം. ബബിത ചോദിക്കുന്നുണ്ട്, ആരാ എടുത്തത്, എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, ആരും എടുത്തതല്ല, അവളുടെ പേഴ്സിൽ മറന്നു വെച്ചതായിരുന്നു എന്ന് പറയണേ. അപ്പം 3 പേരും അമ്മയെ ഇങ്ങനെ നോക്കണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, വെറുതെ ആ പാവം സെർവൻ ചേച്ചിയെ കള്ളിയാക്കി എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നത്, നമ്മളങ്ങനെ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പോഴും ആ മൊയിലിൻ്റെ കൊമ്പേന്ന് വിട്ടില്ലേ, നീ അവളോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ പിന്നെ പറഞ്ഞോളാം എന്ന് പറയണേ. പിന്നെ എപ്പോഴാണ് പറയേണ്ടത്, അത് പറയേണ്ട സമയത്ത് തന്നെ പറയണ്ടേ എന്ന് പറയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന വെള്ളമൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് തന്നെ വരിക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അലീന നീ ഒരു വിവരം അറിഞ്ഞോ, എന്താന്ന് ചോദിക്കുകയാണ്. കാണാതായ മോതിരം കിട്ടിയെന്ന് പറയാട്ടോ. വലിയ ഭാവമാറ്റമൊന്നുമില്ല അലീനയ്ക്ക്. കിട്ടിയല്ലോ സന്തോഷം എന്നുള്ള രീതിയിലാണ്, നന്നായി കിട്ടിയല്ലോ സന്തോഷം എന്ന് പറയാട്ടോ അലീന. അലീനയ്ക്ക് അതിൽ ഒരു വിഷമവും ഇല്ല എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ ബാലചന്ദ്രന് ഒരു വല്ലായ്മ തോന്നുക കേട്ടോ. എന്താ ഇവൾ ഇങ്ങനെയെന്നുള്ള രീതിയിൽ അമ്പരന്ന് നോക്കുകയാണ്. വൈജയന്തിയും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ബബിത ചോദിക്കുന്നുണ്ട്, കൃഷ്ണ ആ കറി ഒന്ന് ഇങ്ങോട്ട് എടുത്തേ എന്ന് പറയുമ്പോൾ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അലീന കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് കിച്ചണിലേക്ക് പോകാൻ നേരത്ത് അലീന കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ചോറിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വെച്ചോ എന്ന് പറയണേ. അങ്ങനെ അലീന കിച്ചണിലേക്ക് തന്നെ പോകാൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും വിളിക്കുകയാണ്. അലീന എന്ന് വിളിക്കുകയാണ്. എന്തേന്ന് ചോദിക്കുമ്പോൾ, സോറി കേട്ടോ, ഞങ്ങൾ നിന്നെ ഒരുപാട് സംശയിച്ചു ഇന്നലെ എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അത് ആരാണെങ്കിലും സംശയിക്കും, അതൊന്നും കുഴപ്പമില്ല, കാരണം ഞാനല്ലേ ഇവിടെ പുറത്തുനിന്നുള്ള ഒരേ ഒരാൾ, അതിന് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം കേട്ടോ അലീന. അത് പറഞ്ഞിട്ട് അലീന കിച്ചണിലേക്ക് പോവുകയാണ്. ബാലനും അതുപോലെ തന്നെ വൈജയും ആകെ അമ്പരന്ന് നോക്കുക കേട്ടോ അലീനയെ. വൈജയുടെ മുഖത്ത് ഒരു ദയയും അല്ലെങ്കിൽ ഒരു മനസാക്ഷിയൊന്നുമില്ല കേട്ടോ, ഒരു ദേഷ്യഭാവത്തിൽ തന്നെയാണ് നോക്കുന്നത്. അലീന കിച്ചണിലേക്ക് പോയ സമയത്ത് വൈജ ബാലനോട് പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലചന്ദ്രൻ അവളോട് സോറി പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ പറയുന്നത്, ഞാനല്ല, നീയാണ് പറയേണ്ടത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാട്ടോ അവളോട്. എന്നിട്ട് അവളുടെ മറുപടി കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. അത് അവളുടെ അന്തസ് എന്ന് പറയട്ടെ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അഹങ്കാരി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഞാനല്ല പറയേണ്ടത്, നീയാണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ, പിന്നെ വീട്ടുവേലക്കാരിയുടെ അടുത്തല്ലേ സോറി പറയുന്നത് എന്ന് പറയട്ടോ വൈജയന്തി. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ ആത്മാഭിമാനവും അന്തസ്സും ഒക്കെ അവർക്കും ഉണ്ട് എന്ന് പറയാട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് കൃഷ്ണയോട് കറി ഒഴിച്ച് കഴിക്കടി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കറി ഒഴിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത മുഖഭാവത്തോടെ തന്നെയാണ് വൈജയന്തി ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ ബബിതയും രോഹിത്തെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട് മുഖം നോക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും കേട്ടോ. മുത്തശ്ശി ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ വെക്കുന്നുണ്ട്.
അപ്പോൾ അലീന വന്നിട്ട് അമ്മ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുക കേട്ടോ. അലീന എല്ലാം വൈജയന്തി വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിച്ചു എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വായി വെക്കാൻ കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ്. നല്ലതാണല്ലോ, വെള്ളയപ്പം കിഴങ്ങ് കറിയും ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് ടേസ്റ്റ് അറിയാം, പ്രായമായി പോയില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് അവളെവിടെയും ചോദിക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടാവും, അവൾ ഓരോ ജോലിയിലായിരിക്കും എന്ന് പറയാം കേട്ടോ. ഇത്ര നേരമായിട്ട് അമ്മയുടെ കയ്യും വായും കഴുകിച്ചു അവൾ ഈ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ അവൾ ചെയ്തോളും എന്ന് പറയാം കേട്ടോ. അവൾക്ക് അവിടെ 100 കൂട്ടം പണിയല്ലേ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഡോറിന് പുറത്തേക്ക് വന്നിട്ട് അലീനെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒച്ചത്തിൽ വിളിച്ചാലല്ലേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കത്തില്ലല്ലോ എന്ന് പറയണം. ആ സമയത്ത് അലീന വരുമ്പോൾ എന്താ ചോദിക്കാം കേട്ടോ. ഇത് എന്നാണ് ഈ പ്ലേറ്റ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മ കഴിച്ചു തീർന്നപ്പോൾ കയ്യും വായും കഴുകിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം തന്നെ കഴുകിക്കാം എന്ന് പറയാട്ടോ അലീന. മോളെ നീ നിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് വന്നാൽ മതി എന്ന് പറയണം മുത്തശ്ശി. സാരമില്ല, ഞാനിപ്പോൾ കഴുകിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് എടുത്ത് കഴുകാനായിട്ട് പോവാട്ടോ. എന്നിട്ട് ഒരു കപ്പിൽ വെള്ളവും കൊണ്ടുവന്നിട്ട് മുത്തശ്ശിയുടെ കയ്യും വായും ഒക്കെ കഴുകിക്കുകയാണ്. ഇതൊക്കെ വളരെ ഗൗരവത്തോടൊരു ദേഷ്യ ഭാവത്തിൽ അഹങ്കാര ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ വൈജയന്തി. അങ്ങനെ അലീന ആ വെള്ളമൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരിക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ മോതിരം കിട്ടിയല്ലേ എന്ന് പറയട്ടോ. കിട്ടി എന്നുള്ളൊരു പുച്ഛഭാവത്തിൽ പറയട്ടോ. അതെന്ത് വർത്താനം നീ പറയുന്നത്, നിൻ്റെ സംസാരം കേട്ടാൽ തോന്നില്ല മോതിരം കിട്ടണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോഴേക്ക് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചോ എന്ന് ചോദിക്കുക കേട്ടോ വൈജയന്തി. അലീനയായിരിക്കും പറഞ്ഞതെന്ന് ഓർത്തിട്ട് ഇവളല്ല പറഞ്ഞത്, കൃഷ്ണമോള എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നീ എന്തിനാ ഇവളെ ഒരുപാട് സംശയിച്ചില്ലേ, എന്നിട്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ, തെറ്റ് ചെയ്യാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും വിഷമിക്കും എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വൈജയന്തി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ എടുത്ത് തലയെ കയറ്റി വെച്ചോ, എന്നാൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ എന്താണ് സംശയം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വൈജയന്തി പറയുന്നത് അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയാണ്. അപ്പോൾ നീ എന്തിനാണ് ഇപ്പോഴും വീണ്ടും ഇവളോട് ഇങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, നിന്നോട് ഇവൾ എന്ത് ചെയ്തു, ഈ കൊച്ചിനോട് നിനക്ക് എന്താ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇവളെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് പറയട്ടോ വൈജ. അത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ് അലീന. അപ്പോൾ വൈജ പറയുന്നത്, മുത്തശ്ശനും അച്ഛനും മനുവും കൂടി ചെന്നല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, അച്ഛനെ കണ്ണീര് വീഴ്ത്തി കാണിച്ചിട്ടുണ്ടാകും, ആകെയുള്ളൊരു അമ്മ മരിച്ചു പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കരഞ്ഞ് ഇതാക്കിയിട്ടുണ്ടാകും, അങ്ങനെ മനസ്സലിഞ്ഞ് അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അനു തൊലിവെളുപ്പ് മാത്രം നോക്കി, അപ്പം മനുവിന് അത് മതിയല്ലോ, ആൺപിള്ളേർ അത് മാത്രമല്ലേ നോക്കുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുക കേട്ടോ. അത് കേട്ടിട്ട് അലീന ഇങ്ങനെ വൈജയന്തി തന്നെ തുറിച്ച് ഇങ്ങനെ നോക്കുക. നീ എന്നെ കൂടുതൽ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അലീനയോട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ജയമോളെ ഇത് ഏതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ചാണ്, അതിനെ നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി നോവിക്കാതെ എന്ന് പറയുമ്പോൾ ഇതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ച് ഏതോ ഒരുത്തി പിഴച്ച് പെറ്റ് അവിടെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിലാക്കി എന്ന് പറയട്ടെ വൈജയന്തി. അപ്പോൾ അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഞാനാണോ പിഴച്ചത്, എൻ്റെ അമ്മയല്ലേ പിഴച്ചത് എന്ന് പറയട്ടോ അലീന. ദേഷ്യത്തിൽ തന്നെയാണ് അലീന സംസാരിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് ആരാണെന്ന് പോലും നിനക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ. ആ സമയത്ത് അലീന കണ്ണുകൾ താഴ്ത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ, എന്നിട്ട് വലിയ വർത്താനം പറയണോ എന്നുള്ള രീതിയിൽ വീണ്ടും അവളോട് ഒച്ചെടുക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ജയമോളെ നിനക്ക് എന്തിൻ്റെ കേടാണ് ആ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ടെന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. എൻ്റെ ജയമോളെ ഒന്ന് നിർത്ത്, നിനക്ക് എന്താ കൊച്ചിനോട് ഇത്രയ്ക്ക് വിരോധം എന്ന് ചോദിക്കുക കേട്ടോ വൈജയന്തിയോട് മുത്തശ്ശി. ആ സമയത്ത് അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണേ. എന്നിട്ട് നീ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അതൊരു പാവം കൊച്ചാന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടേ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, മനുവും അതുപോലെ ബാലചന്ദ്രനും കൂടിയിട്ടല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, അവരുടെ മുഖത്ത് എന്താ കണ്ണില്ലായിരുന്നോ, ഇങ്ങനൊരു സാധനത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് അവർക്കറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. അതിനിപ്പോൾ എന്നാ ഉണ്ടായി എന്ന് ചോദിക്കണം. എന്നെ ഉണ്ടാവാനാ ഇനി എനിക്ക് ഇഷ്ടമല്ല അത് തന്നെ എന്നൊക്കെ പറയട്ടോ. സമയമായില്ലേ, നീ ബാങ്കിൽ പോവാൻ നോക്കുക എന്ന് പറയണ മുത്തശ്ശി. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വൈജ പോവാനായിട്ട് നിൽക്കുമ്പോൾ ഈ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം കേട്ടോ, പ്രായമായി വരികയാണ് എന്ന് പറയട്ടോ അമ്മ. അപ്പോൾ വീണ്ടും അകത്തേക്ക് തന്നെ വന്നിട്ട്, അമ്മ എന്നെ ഇനി ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കണ്ടെന്ന് പറയണേ, നീ പോവാൻ നോക്കി, ഈ സമയം പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വീണ്ടും വൈജയെ പറഞ്ഞേക്കണേ.
പിന്നീട് കാണിക്കുന്നത് ചിന്നുമോൾ ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് കരയുന്നതാട്ടോ. അപ്പം ഭയങ്കര കരച്ചിൽ കേട്ടിട്ട് അവരെ നോക്കുന്ന സ്ത്രീ ആയ അവിടുന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ചിന്നുമോൾ കരയുന്നത് കണ്ടിട്ട് അടുത്തേക്ക് വന്നിരുന്നിട്ട് എന്തിനാ മോള് കരയുന്നത്, സ്വപ്നം കണ്ട് പേടിച്ചോ എന്നൊക്കെ ചോദിക്കണേ. ദേ അവിടെ 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 എന്താ അവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ മമ്മി എന്ന് പറയാട്ടോ. ആര്? ബ്രിജിത്ത മമ്മിയോ? ബ്രിജിത്ത മമ്മിയോ മോള് സ്വപ്നം കണ്ടോ? ബ്രിജിത്ത മമ്മി അവിടെ വന്നു മിണ്ടാതെ പോയി എന്ന് പറയാണ്. അയ്യോടാ മിണ്ടാതെ പോയോ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എന്തിനാ ഷേർലി മോള് കരയുന്നതെന്ന് ചോദിക്കുക കേട്ടോ. ആരാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിന്നുമോളാണ് എന്ന് പറയട്ടോ. അപ്പം സിസ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ കരയണതെന്ന് ചോദിക്കുമ്പോൾ ബ്രിജിത്ത മമ്മി അലീന ആൻറ്റി അവിടെ കണ്ടു എന്ന് പറഞ്ഞാണ് കരയുന്നത് എന്ന് പറയട്ടോ. ഏത് സമയം സ്വപ്നം, അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് സാരമല്ല സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയുമ്പോൾ ഏത് സമയം സ്വപ്നം കാണലാണ്, രേവതി ആൻറ്റിയും അതുപോലെ അലീനയും ബ്രിജിത്ത മമ്മിയും സ്വപ്നം കാണല എന്നൊക്കെ പറയട്ടോ ഷേർലി. അവരായിരുന്നല്ലോ അവളുടെ ലോകം, അതാണ് അങ്ങനെയെന്ന് പറയട്ടോ സിസ്റ്റർ. സാരമില്ല ഒന്ന് കിടത്തു ഉറക്കിയേക്കെന്ന് പറയാണ് സിസ്റ്റർ. പിന്നീട് ഷേർലി ചിന്നുമോളെ കിടത്തി ഉറക്കുക കേട്ടോ. ചിന്നുമോളാണെങ്കിൽ ആ ജനലിൻ്റെ അടുത്തേക്ക് തന്നെ നോക്കി അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുകയാണ്. സിസ്റ്റർ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലീനയും മുത്തശ്ശിയെയും ആണ്. അലീന ബാഗിൽ എന്തോ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര അന്വേഷിക്കൽ കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് പറയാട്ടോ. മൊബൈൽ ഫോണോ? നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെതല്ല ബ്രിജിത്ത മമ്മിയുടെ ആയിരുന്നു, ഞാൻ വന്നപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നായിരുന്നു എന്ന് പറയാട്ടോ. എനിക്കും ഉണ്ടായിരുന്നു ഒരെണ്ണം, കമല അത് വെള്ളത്തിലിട്ട് നശിപ്പിച്ചു. ഞാൻ മക്കളെ വിളിച്ച് അവളുടെ കുറ്റം പറയുമെന്ന് കരുതിയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടെന്ന് പറയട്ടോ. ആ മുത്തശ്ശി അത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. അങ്ങനെ അലീന ചെറിയ ബാഗിൽ അന്വേഷിക്കുമ്പോൾ ആ മൊബൈൽ കിട്ടട്ടോ. ആ കിട്ടി എന്ന് പറയട്ടോ. നോക്കട്ടെ എന്ന് ചോദിച്ച് മുത്തശ്ശി വാങ്ങിക്കുകയാണ്. ഇങ്ങനത്തെ ഫോൺ ഇപ്പോഴും ഉണ്ടോ? ഇത് പഴയ ഫോണല്ലേ എന്ന് ചോദിക്കുമ്പോൾ മമ്മിക്ക് ഇത് തന്നെ അധികമായിരുന്നു എന്ന് പറയട്ടോ. നിനക്കൊരു ഫോൺ വേണ്ടേ? നിനക്കൊരു നല്ല ഫോൺ വേണ്ടേ? ഇപ്പം ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത പെൺപിള്ളേരുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആരെ വിളിക്കാനാ മുത്തശ്ശി? സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളവർക്കല്ലേ ഫോണിൻ്റെ ആവശ്യമുള്ളൂ, എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അതൊക്കെ വേണം എന്ന് പറയാട്ടോ. ഇത് ചത്തിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ചാർജ് ചെയ്യാറുണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് ചാർജിൽ ഇട്ടേക്കെന്ന് പറയണം. അങ്ങനെ അലീന ഫോൺ ചാർജിലിടുകയാണേ. ചാർജ് കയറുന്നുണ്ട്, ഇനി ഫുൾ ചാർജ് ആയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അലീൻ്റെ ഫോൺ അവിടെ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാട്ടോ. അപ്പം മാമച്ചാനും ഗ്രേസമ്മയും കൂടെ പുറത്ത് പോയിട്ട് ഇങ്ങനെ കാറിൽ വരിക കേട്ടോ. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയാണല്ലോടാ, നീ കുട എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട് ഡിക്കിയിലുണ്ട്. ആ ഡിക്കിയിൽ തന്നെ വെക്കണം, അവിടെ തന്നെ വെക്കണം കേട്ടോ എന്ന് പറയണം. ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയാം കേട്ടോ. ആ സമയത്ത് തന്നെ രേവതിക്കുട്ടി ഇവർ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് കുടയായിട്ട് വരികയാണ്. വേണ്ട നീ കുട എടുക്കാൻ പോകേണ്ടതേ, രേവതിക്കുട്ടി കുടയായിട്ട് വരുന്നുണ്ടെന്ന് പറയട്ടോ മാമച്ചായൻ. അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നോക്കുകയാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടി അവരെ രണ്ടുപേരെയും കുടയിൽ ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നോ? കുറേ നേരമായി എന്ന് പറയാട്ടോ. രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മാമച്ചായനെയും ഗ്രേസമ്മയും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ പിന്നീട് മാമച്ചായനും ഗ്രേസിമ്മയ്ക്കും ജിഞ്ചർ ടീ കൊണ്ടുപോയി കൊടുക്കട്ടോ രേവതിക്കുട്ടിയും. അപ്പോൾ ജിഞ്ചർ ടീ ആണോ എന്ന് ചോദിച്ചിട്ട് മാമച്ചായൻ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ളതാണ്, അപ്പോൾ മഴയൊക്കെ ഇല്ല, അപ്പോൾ നല്ല ചൂടുള്ള ചായ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ വീണ്ടും അവൾ അകത്തേക്ക് തന്നെ പോകാൻ നിൽക്കുമ്പോൾ നീ ഇതുവരെ ഇതെടുത്ത് അകത്തേക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചില്ലേന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ഞാനത് മറന്നു, ഏത് റൂമിലാണ് വെക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ റൂമിൽ തന്നെ, അല്ലാതെ എവിടെയാണ്? എൻ്റെ റൂമിലോ എന്ന് ചോദിക്കുക കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ എഴുന്നേറ്റ് വന്നിട്ട് അതിൽ നിന്ന് 2-3 ചുരിദാർ എടുത്തിട്ട് അവളുടെ മേലിങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. അതിശയിച്ച് നിൽക്കുകയാണ് രേവതി. ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയട്ടോ. അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി മുഴുവനായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.